Hi friends, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In today's lecture, we will be discussing about the classification of project. Several bases are used for classification of projects. Some of the major classifications of project are: first, on the base of expansion. On the base of expansion, projects can be divided into projects for expanding the capacity and project for expanding the supply of knowledge. അപ്പോൾ എക്സ്പാൻഷന് വേണ്ടി ചെയ്യുന്ന പ്രോജക്ട്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. എക്സ്പാൻഡിങ് ദ കപ്പാസിറ്റി ആൻഡ് എക്സ്പാൻഡിങ് ദ സപ്ലൈ ഓഫ് നോളജ്. ഫസ്റ്റ് എക്സ്പാൻഡിങ് ദ കപ്പാസിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ആ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഫങ്ഷനിങ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിനെയാണ് നമ്മൾ പ്രോജക്റ്റ് ഫോർ എക്സ്പാൻഡിങ് ദ കപ്പാസിറ്റി എന്നും, ആൻഡ് പ്രോജക്റ്റ് ഫോർ എക്സ്പാൻഡിങ് ദ സപ്ലൈ ഓഫ് നോളജ്, ആ ഒരു പ്രോജക്റ്റ്, ഒരു പുതിയ പ്രോജക്റ്റ് കൊണ്ട് ആ ബിസിനസ്സിൻ്റെ നോളജ് സപ്ലൈ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള പ്രോജക്റ്റിനെ നമ്മൾ പ്രോജക്റ്റ് ഫോർ എക്സ്പാൻഡിങ് ദ സപ്ലൈ ഓഫ് നോളജ് എന്നും പറയും. Next, on the basis of magnitude of the resources to be invested, projects can be classified into giant projects, big projects, medium size projects and small size projects. അടുത്തതായിട്ട് എത്രത്തോളം റിസോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ബേസിൽ നമ്മൾ പ്രോജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. ജയൻറ്റ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഹ്യൂജ് എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു കൺട്രിയുടെ എക്കണോമിയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള അത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു പ്രോജക്റ്റിനെയാണ് നമ്മൾ ജയൻറ്റ് പ്രോജക്റ്റ് എന്നും, ബിഗ് പ്രോജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്കണോമിയുടെ ഏതെങ്കിലും ഒരു സെക്ടറിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന സൈസിലേക്കുള്ള പ്രോജക്ട്സിനെയാണ് നമ്മൾ ബിഗ് പ്രോജക്ട്സ് എന്നും, മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ പ്രോജക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അത്രത്തോളം കമ്പാരിറ്റീവ്ലി കുറവ് റിസോഴ്സസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ്. ജയൻറ്റ് പ്രോജക്ട്സ് ആൻഡ് ബിഗ് പ്രോജക്ട്സ് ഉദ്ദേശിക്കുന്നത് ഫുൾ എക്കണോമിയിലേക്കുള്ള എല്ലാ തരത്തിലുള്ള റിസോഴ്സും ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോജക്ട്സിനെയാണ് നമ്മൾ ജയൻറ്റ് പ്രോജക്ട്സ് എന്നും, എക്കണോമിയുടെ ഒരു സെക്ടറിലെ റിസോഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ബിഗ് പ്രോജക്ട്സ് എന്നും, ബാക്കിയുള്ളത് മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ പ്രോജക്ട്സ് ഉദ്ദേശിക്കുന്നത് കമ്പാരിറ്റീവ്ലി ലോവർ റിസോഴ്സസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോജക്ട്സിനെയാണ് നമ്മൾ മീഡിയം ആൻഡ് സ്മോൾ സ്കെയിൽ പ്രോജക്ട്സ് എന്നും ക്ലാസിഫൈ ചെയ്യുക. Next, classification on the base of sectors. On the base of sectors, projects can be divided into industrial project, agricultural project, educational project, health project and social project. ഏത് സെക്ടറിലാണ് പ്രോജക്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് പ്രോജക്റ്റിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കണ്ടക്ട് ചെയ്യുന്നതാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ്, അഗ്രികൾച്ചർ സെക്ടറിലാണെങ്കിൽ അഗ്രികൾച്ചർ പ്രോജക്ട്സ്, എഡ്യൂക്കേഷണൽ സെക്ടറിലാണെങ്കിൽ എഡ്യൂക്കേഷണൽ പ്രോജക്ട്സ്, ഫോർ ഹെൽത്ത് ആക്ടിവിറ്റീസ് ആണെങ്കിൽ ഹെൽത്ത് പ്രോജക്ട്സ് ആൻഡ് ഫോർ സോഷ്യൽ ബെനിഫിറ്റ് ആണെങ്കിൽ സോഷ്യൽ പ്രോജക്ട്സ് എന്ന നിലയിലാണ് പ്രോജക്ട്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, സോഷ്യൽ ഒബ്ജക്റ്റീവ് പ്രോജക്റ്റ് ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ് പ്രോജക്റ്റ്. Social economic projects are projects for service-based projects, interest of the people, ജനങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രോജക്ട്സിനെയാണ് നമ്മൾ സോഷ്യൽ ഒബ്ജക്റ്റീവ് പ്രോജക്ട്സ് എന്നും, ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ് പ്രോജക്ട്സ് ആ പ്രോജക്ട്സ് സെറ്റപ്പ് ഫോർ എക്കണോമിക് ബെനിഫിറ്റ്സ്, എക്കണോമിയുടെ ബെനിഫിറ്റിന് വേണ്ടി സെറ്റപ്പ് ചെയ്യുന്ന പ്രോജക്ട്സിനെയാണ് നമ്മൾ എക്കണോമിക് ഒബ്ജക്റ്റീവ് പ്രോജക്ട്സ്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ഒബ്ജക്റ്റീവ്സ് പ്രോജക്ട്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു സോഷ്യൽ ഒബ്ജക്റ്റീവ് പ്രോജക്റ്റ് ആൻഡ് എക്കണോമിക് ഒബ്ജക്റ്റീവ് പ്രോജക്റ്റ്. Next, on the basis of nature of benefits, projects are classified into quantifiable project and non-quantifiable project. Quantifiable projects are projects in which the benefits can be measured in quantifiable terms. ഈ പ്രോജക്റ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് അളക്കാൻ പറ്റുക, അല്ലെങ്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടായി എന്ന രീതിയിൽ ഒരു ക്വാണ്ടിഫയബിൾ ക്വാണ്ടിറ്റി അളക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അതിനെ ക്വാണ്ടിഫയബിൾ പ്രോജക്ട്സ് എന്നും, നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്ട്സ് ഇൻ വിച്ച് ദ ബെനിഫിറ്റ്സ് കനോട്ട് ബി മെഷേർഡ്, എക്സാമ്പിൾസ് ലൈക്ക് എഡ്യൂക്കേഷൻ, ഡിഫൻസ് ആൻഡ് ഹെൽത്ത് പ്രോജക്ട്സ്. ഇത്തരത്തിലുള്ള പ്രോജക്ട്സിന് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, മറ്റൊരു രീതിയിലായിരിക്കാം, അൺക്വാണ്ടിഫയബിൾ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ നോൺ ക്വാണ്ടിഫയബിൾ ആയിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്തരത്തിലുള്ള പ്രോജക്ട്സിനെ, ഹെൽത്ത്, ഡിഫൻസ് തുടങ്ങിയ പ്രോജക്ട്സിനെല്ലാം, എഡ്യൂക്കേഷണൽ പ്രോജക്ട്സിനെ എല്ലാം നമ്മൾ നോൺ ക്വാണ്ടിഫയബിൾ പ്രോജക്ട്സ് എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. On the basis of government priorities, projects can be classified into two: project with specific priorities and project without specific priorities.
പ്രോജക്റ്റ് വിത്ത് സ്പെസിഫിക് പ്രയോറിറ്റീസ് മീൻസ് ഗവൺമെൻറ്റിന് കൂടുതൽ പ്രയോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസീസിനനുസരിച്ചുള്ള പ്രോജക്ട്സിനെയാണ് നമ്മൾ ഗവൺമെൻറ് വിത്ത് സ്പെസിഫിക് പ്രയോറിറ്റീസ്, ഇത്തരമുള്ള പ്രോജക്ട്സിന് ഗവൺമെൻറ്റിൻ്റെ സബ്സിഡീസും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കിട്ടുന്ന പ്രോജക്ട്സിനെയാണ് നമ്മൾ പ്രോജക്റ്റ് വിത്ത് സ്പെസിഫിക് പ്രയോറിറ്റീസ് എന്ന് പറയുക. ഇത് കൂടാതെ ഗവൺമെൻറ്റിൻ്റെ പ്രയോറിറ്റീസ് ഒന്നും കൂടാതെ ഫംഗ്ഷൻ ചെയ്യുന്ന പ്രോജക്ട്സിനെയാണ് പ്രോജക്ട്സ് വിത്തൗട്ട് സ്പെസിഫിക് പ്രയോറിറ്റീസ് എന്നും പറയാം. Next, on the basis of dependency, projects can be classified into dependent project and independent project. Dependent projects are projects undertaken with the support of another. മറ്റേതെങ്കിലും ഒരു പ്രോജക്റ്റിനെ സപ്പോർട്ട് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോജക്റ്റിനെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് പ്രോജക്റ്റ് എന്നും, അല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേറെ ഒരു പ്രോജക്റ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന പ്രോജക്ട്സിനെ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് പ്രോജക്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യും. ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്, പ്രോജക്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3: public sector, private sector and joint sector. Public sector means government undertaking projects. ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള അല്ലെങ്കിൽ ഗവൺമെൻറ് ഓണർഷിപ്പിനുള്ള പ്രോജക്ട്സിനാണ് നമ്മൾ പബ്ലിക് സെക്ടർ പ്രോജക്ട്സ് എന്നും, പ്രൈവറ്റ് സെക്ടർ മീൻസ് പ്രൈവറ്റ് പീപ്പിൾ, ഗവൺമെൻറ് അല്ലാതെ മറ്റ് പ്രൈവറ്റ് ആൾക്കാർ നടത്തുന്ന പ്രോജക്ട്സിനെ പ്രൈവറ്റ് സെക്ടർ പ്രോജക്ട്സ് എന്നും, ആൻഡ് തേർഡ്ലി ജോയിൻറ്റ് സെക്ടർ, ബോത്ത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് രണ്ടുപേരും കൂടെ ചേർന്ന് നടത്തുന്നതിനാണ് നമ്മൾ ജോയിൻറ്റ് സെക്ടർ പ്രോജക്ട്സ് എന്ന് പറയുക. കുറച്ച് ഭാഗം ഗവൺമെൻറ് കൺട്രോളിലായിരിക്കും, കുറച്ച് ഭാഗം പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കൺട്രോളിലായിരിക്കും. ഇത്തരത്തിലുള്ള പ്രോജക്ട്സിനെയാണ് നമ്മൾ ജോയിൻറ്റ് സെക്ടർ പ്രോജക്ട്സ് എന്ന് പറയുക. So, on the basis of ownership, projects can be classified into 3: public sector, private sector and joint sector. On the basis of location, projects can be classified into 2: project with determined location and project where location is open. Project with determined location means കൃത്യമായിട്ട് ഒരു സ്ഥലത്താണ് പ്രോജക്റ്റ് നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈക്ക് ഏരിയയിലുള്ളിലാണ് ആ പ്രോജക്റ്റ് നടക്കുന്നതെങ്കിൽ അതിനെ പ്രോജക്റ്റ് വിത്ത് ഡിറ്റർമിൻഡ് ലൊക്കേഷൻ എന്നും, അല്ലാതെ കൃത്യമായ ഒരു ഏരിയ ഇല്ലാതെ പല സ്ഥലങ്ങളിലായി സ്പ്രെഡായി നടക്കുന്ന പ്രോജക്ട്സ് അല്ലെങ്കിൽ മാറി മാറി പല ലൊക്കേഷനിൽ ചേഞ്ച് ചെയ്ത് നടക്കുന്ന പ്രോജക്ട്സിനെയാണെങ്കിൽ പ്രോജക്ട്സ് വേ ലൊക്കേഷൻ ഇസ് ഓപ്പൺ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദ ബേസ് ഓഫ് സോഷ്യൽ ടൈം വാല്യൂ ഓഫ് ദ പ്രോജക്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2: പ്രോജക്റ്റ് വിത്ത് പ്രസന്റ് ഇമ്പാക്ട് ആൻഡ് പ്രോജക്റ്റ് വിത്ത് ഫ്യൂച്ചർ ഇമ്പാക്ട്. എപ്പോഴാണ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്, അതായത് പ്രോജക്റ്റ് വിത്ത് പ്രസൻറ്റ് ഇമ്പാക്റ്റ് എന്നത് ആ പ്രോജക്റ്റിൻ്റെ ബെനിഫിറ്റ് സൊസൈറ്റിക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉടനെ കിട്ടുന്ന ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ആണെങ്കിൽ അതിനെ പ്രോജക്റ്റ് വിത്ത് പ്രസൻറ്റ് ഇമ്പാക്റ്റ് എന്നും, പ്രോജക്റ്റ് വിത്ത് ഫ്യൂച്ചർ ഇമ്പാക്റ്റ് അതായത് നിലവിൽ ഇപ്പോൾ നടക്കുന്ന പ്രോജക്റ്റിന് ഇപ്പോൾ യാതൊരുവിധ ബെനിഫിറ്റും സൊസൈറ്റിക്ക് ഉണ്ടാകുന്നില്ല, പക്ഷേ ഫ്യൂച്ചറിൽ ആ പ്രോജക്റ്റ് കൊണ്ട് ഗുണം ഉണ്ടാകുന്നെങ്കിൽ അതിനെ പ്രോജക്റ്റ് വിത്ത് ഫ്യൂച്ചർ ഇമ്പാക്റ്റ് എന്നും പറയും. നെക്സ്റ്റ്, ഓൺ ദ ബേസ് ഓഫ് നാഷണൽ പോളിസീസ്, പ്രോജക്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2: project determined by inward looking policy and project determined by outward looking policy. Inward looking policy means കൂടുതലായിട്ട് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രോജക്ട്സിനെ ഡൊമസ്റ്റിക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന പ്രോജക്ട്സിനെയാണ് ഇൻവേർഡ് ലുക്കിംഗ് പോളിസി പ്രോജക്ട്സ് എന്ന് പറയുക. അതായത് കൂടുതലും ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന പ്രോജക്ട്സിനെ ഇമ്പോർട്ട് ചെയ്യാതെ നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ തുടങ്ങുന്ന പ്രോജക്ട്സിനെയാണ് ഇൻവേർഡ് ലുക്കിംഗ് പ്രോജക്ട്സ്. ഔട്ട്വേർഡ് ലുക്കിംഗ് പ്രോജക്ട്സ് മീൻസ് കൂടുതലായിട്ട് എക്സ്പോർട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രോജക്ട്സിനെയാണ് പ്രോജക്ട്സ് ഡിറ്റർമിൻഡ് ബൈ ഔട്ട്വേർഡ് ലുക്കിംഗ് പോളിസി എന്ന് ക്ലാസിഫൈ ചെയ്യുക. Next, on the basis of economic life of the project can be classified into 3: long-term project, medium-term project and short-term project. long-term project എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ നാളത്തേക്ക് അതിൻ്റെ അകത്ത് ന്യൂ പ്രോജക്ട്സ് ആവാം, എക്സ്പാൻഷൻ പ്രോജക്ട്സ് ആവാം, അത്തരത്തിൽ വലിയ വലിയ പ്രോജക്ട്സ് എല്ലാം കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം പ്രോജക്റ്റിൻ്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത് മോർ ദാൻ ഓൾമോസ്റ്റ് 5 years ഒക്കെ വരുന്ന വലിയ വലിയ പ്രോജക്ട്സിനെയാണ് നമ്മൾ ലോങ് ടേം പ്രോജക്ട്സ് എന്നും. മീഡിയം ടേം പ്രോജക്ട്സ് മീൻസ് മോഡേണൈസേഷൻ പ്രോജക്ട്സ്. മീഡിയം ടേം ഒരു മാക്സിമം 2 yearsനകത്തൊക്കെ നിൽക്കുന്ന പ്രോജക്ട്സിനെയാണ് നമ്മൾ മീഡിയം ടേം എന്നും. ആൻഡ് ഷോർട്ട് ടേം വിത്തിൻ 1 year പ്രോജക്ട്സ്, അത് കൂടുതലും സപ്പോർട്ടീവ് പ്രോജക്ട്സ് ആയിരിക്കും, ഡിപ്പെൻഡൻറ്റ് പ്രോജക്ട്സ് ഒക്കെ ആയിരിക്കും ഷോർട്ട് ടേമിൻ്റെ അകത്ത് വരിക. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ലൈഫ് ഓഫ് പ്രോജക്ട്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 3: ലോങ് ടേം, ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം പ്രോജക്ട്സ്. Next, on the basis of technology involved in the project can be classified into 4: highly sophisticated technology project, advanced technology project, foreign technology project and indigenous technology project. Highly sophisticated എന്ന് പറയുമ്പോഴത്തേക്കും highly complicated ആയിട്ടുള്ള നല്ല ഹൈടെക് ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന പ്രോജക്ട്സിനെയൊക്കെയാണ് ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി പ്രോജക്ട്സ് എന്ന് പറയുക. അഡ്വാൻസ് ടെക്നോളജി, മോസ്റ്റ് മോഡേൺ ആൻഡ് അഡ്വാൻസ് ടെക്നോളജീസ് യൂസ് ചെയ്യുന്ന പ്രോജക്ട്സിനെ അഡ്വാൻസ് ടെക്നോളജി പ്രോജക്ട്സ് എന്നും. ഫോറിൻ ടെക്നോളജി പ്രോജക്ട് മീൻസ് ടെക്നോളജി വിച്ച് ആർ included
ഫ്രം അതർ കൺട്രി, മറ്റ് കൺട്രീസ്, നമ്മുടെ പ്രോജക്ട്സ് അല്ല മറ്റ് കൺട്രീസിലെ പ്രോജക്റ്റിനെയാണ് നമ്മൾ ഫോറിൻ ടെക്നോളജി പ്രോജക്റ്റ് എന്നും ഇൻഡിജിനിയസ് ടെക്നോളജി പ്രോജക്റ്റ് നമ്മുടെ കൺട്രിയുടെ തന്നെ നമ്മുടെ കൺട്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഏരിയയിൽ ഡെവലപ്പ് ചെയ്ത പ്രോജക്ട്സിനെയാണ് ഇൻഡിജിനിയസ് ടെക്നോളജി പ്രോജക്ട്സ് എന്നും പറയുക. On the basis of resources required by the project can be classified into project with domestic resources and project with foreign resources. Domestic ആയിട്ട് within ആ ഏരിയ അവൈലബിൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്ന പ്രോജക്റ്റ് ആണെങ്കിൽ ഡൊമസ്റ്റിക് റിസോഴ്സ് പ്രോജക്റ്റ് എന്നും, ഫോറിൻ റിസോഴ്സസ് അതായത് നമുക്ക് അവൈലബിൾ അല്ലാത്തത്, നമ്മുടെ ലൊക്കാലിറ്റിയിൽ അവൈലബിൾ അല്ലാത്തത് മറ്റ് ലൊക്കാലിറ്റിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന റിസോഴ്സ് ഉള്ള പ്രോജക്റ്റിനെ ആണെങ്കിൽ പ്രോജക്റ്റ് വിത്ത് ഫോറിൻ റിസോഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. On the basis of employment opportunities available in the project can be classified into two: capital intensive project and labor intensive project. Capital intensive project means project which include huge amount of capital investment, and labor intensive projects means less capital investment and more labor. കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പ്രോജക്റ്റിനെയാണ് നമ്മൾ ലേബർ ഇൻറ്റൻസീവ് പ്രോജക്റ്റ് എന്ന് പറയുക. കുറച്ച് ക്യാപിറ്റലും കൂടുതൽ എംപ്ലോയീസും ആവശ്യമുള്ള പ്രോജക്റ്റിനെയാണ് ലേബർ ഇൻറ്റൻസീവ് പ്രോജക്റ്റ് എന്ന് പറയുക. On the basis of source of finance, project can be divided into four: project with domestic financing, project with foreign financing, project with mixed financing, and project with financial institutions. ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളത് അനുസരിച്ച് നാലായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. ഡൊമസ്റ്റിക് ഫിനാൻസ് വിത്തിൻ ആ നേഷൻ ഉള്ള ഫിനാൻഷ്യൽ സോഴ്സ് ആണെങ്കിൽ ഡൊമസ്റ്റിക് ഫിനാൻസിംഗ് എന്നും, ഔട്ട്സൈഡ് ദ നേഷൻ ആണെങ്കിൽ ഫോറിൻ ഫിനാൻസിംഗ് എന്നും, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തുള്ള ഫിനാൻസിംഗ് ആണ്. ഫോറിൻ ആൻഡ് ഡൊമസ്റ്റിക് ഫിനാൻസിംഗ് മിക്സ് ചെയ്തുള്ളതാണ് മിക്സഡ് ഫിനാൻസിംഗ് എന്നും. ആൻഡ് ഫൈനലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IDBI പോലത്തെ ഡെവലപ്മെൻറ്റ്, നോൺ ബാങ്കിങ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ട് കൊണ്ട് ഫംഗ്ഷൻ ചെയ്യുന്ന പ്രോജക്ട്സിനെയാണെങ്കിൽ പ്രോജക്റ്റ് വിത്ത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും ക്ലാസിഫൈ ചെയ്യും. On the basis of role played by the project can be divided into pilot project and demonstration project. Pilot projects are project which is conducted in small scale, which is a sample of the bigger project which is going to be implemented in the future. അതായത് ഒരു വലിയ പ്രോജക്റ്റ് ഡയറക്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ ഒരു ചെറിയ സ്മോൾ സ്കെയിലിൽ പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിൽ നടത്തി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്നതിന് നമ്മൾ പൈലറ്റ് പ്രോജക്റ്റ് എന്നും, ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ നടത്തുന്ന പ്രോജക്ട്സിനെയാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ പ്രോജക്റ്റ് എന്നും പറയുക. On the basis of speed required for the execution of project can be classified into normal project, crash project, disaster project. Normal projects are projects which take normal time. സ്ഥിരമായിട്ട് നേരത്തെ ഫിക്സ് ചെയ്തേക്കുന്ന ഒരു ടൈമിൽ തന്നെ നടത്തി പോകുന്ന പ്രോജക്റ്റിന് നോർമൽ പ്രോജക്റ്റ് എന്നും, ക്രാഷ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ പെട്ടെന്ന് അതിൻ്റെ ടൈം ഷെഡ്യൂൾ കുറയ്ക്കണം, അത്തരത്തിലുള്ള പ്രോജക്ട്സിനെയാണ് എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ചെയ്തുകൊണ്ട് നമ്മൾ ആ പ്രോജക്റ്റിൻ്റെ ടൈം കുറയ്ക്കാനായിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ക്രാഷ് പ്രോജക്ട്സ് എന്ന് പറയുക. ഡിസാസ്റ്റർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും സമയമില്ലാത്ത സമയത്ത് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഡിസാസ്റ്റർ പ്രോജക്റ്റ്. ടൈം കുറയ്ക്കാനായിട്ട് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാമോ അത്രയും കാര്യങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ പ്രോജക്റ്റ് എന്ന് പറയുക. On the basis of openness, projects can be classified into four: open project or walking in the fog, semi-open projects of making movies, closed project or painting by numbers, semi-closed projects or going on a quest. First one, open project. Open project means a strict control over cost and time. It is a type neither it is known what to do or know how to do. Walking in the fog എന്ന് ഉദ്ദേശിക്കുന്ന ഒരു നമ്മൾ പറയില്ല, നമ്മൾ മൊത്തത്തിലൊരു പുകമയമാണ്. എന്ത് ചെയ്യണം, എന്താണ് നമ്മുടെ ഗോൾ, ഇത്തരം കാര്യങ്ങളൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു പ്രോജക്റ്റ് തുടങ്ങി അതൊരു എന്തോ ഒരു ഊഹം വെച്ച് തുടങ്ങിയൊരു പ്രോജക്റ്റ് അതാണ്. പക്ഷേ സ്ട്രിക്റ്റ് കൺട്രോൾ ഓവർ കോസ്റ്റ് ആൻഡ് ടൈമിന് മുകളിൽ നല്ലൊരു കൺട്രോളുണ്ട്. അത് ഭാവിയിൽ അത് ഒരു നല്ല രീതിയിലുള്ള നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും, പയ്യെ എല്ലാം മനസ്സിലാക്കും. അതിനാണ് നമ്മൾ ഓപ്പൺ പ്രോജക്റ്റ് എന്ന് പറയുക. വാക്കിംഗ് ഇൻ ദ ഫോഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, എന്താണ് നമ്മുടെ ഗോൾ, ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത ടൈപ്പ് ഓഫ് പ്രോജക്ട്സിനെയാണ് നമ്മൾ ഓപ്പൺ പ്രോജക്ട്സ് എന്ന് പറയുക. സെക്കൻഡ്ലി, സെമി ഓപ്പൺ പ്രോജക്ട്സ്. സെമി ഓപ്പൺ പ്രോജക്ട്സ് ഓഫ് മേക്കിംഗ് മൂവീസ്. It can be known how to do something, but what is to be achieved is unknown. എങ്ങനെ ചെയ്യണം എന്നറിയാം, പക്ഷേ എന്തിനു വേണ്ടി എന്താണ് നമ്മുടെ ഗോൾ എന്നത് ക്ലിയർ അല്ലാത്ത പ്രോജക്ട്സിനെയാണ് നമ്മൾ സെമി ഓപ്പൺ എന്ന് പറയാം. ഓപ്പൺ പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നറിയില്ലായിരുന്നു. സെമി ഓപ്പൺ എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യണമെന്നറിയാം, പക്ഷേ എന്ത് അച്ചീവ് ചെയ്യാനാണ്, നമ്മുടെ ഗോൾ എന്താണെന്നുള്ളത്
ക്ലിയർ അല്ല. ഇത്തരത്തിലുള്ള സെമി ഓപ്പൺ പ്രോജക്ട്സ് എന്ന് പറയുക. തേർഡ് വൺ ക്ലോസ്ഡ് പ്രോജക്റ്റ് ഓർ പെയിൻറ്റിംഗ് ബൈ നമ്പേഴ്സ്. എന്താണ് നമ്മുടെ ഗോൾ, എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം ക്ലിയർ ആയിട്ട് അറിയാവുന്ന പ്രോജക്ട്സിനെയാണ് ക്ലോസ്ഡ് പ്രോജക്ട്സ് ഓർ പെയിൻറ്റിംഗ് ബൈ നമ്പേഴ്സ് എന്ന പേരിലും അറിയപ്പെടുക. ആൻഡ് ഫൈനലി സെമി ക്ലോസ്ഡ് പ്രോജക്റ്റ് ഓർ ഗോയിങ് ഓൺ എ ക്വസ്റ്റ് knows what they want to achieve but how to achieve is unknown. എന്താണ് നമ്മുടെ ഗോൾ എന്നറിയാം, പക്ഷേ എങ്ങനെ ആ ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് ക്ലിയർ അല്ലാത്തതിനാണ് സെമി ക്ലോസ് പ്രോജക്റ്റ് എന്ന് പറയുക. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ഓപ്പൺനെസ് 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓപ്പൺ പ്രോജക്റ്റ് ഓർ വാക്കിംഗ് ഇൻ ദ ഫോം, എന്ത് അച്ചീവ് ചെയ്യണം, എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നറിയില്ല, അതിനാണ് ഓപ്പൺ പ്രോജക്റ്റ് എന്നും. സെമി ഓപ്പൺ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അച്ചീവ് ചെയ്യണം എന്നറിയാം, പക്ഷേ അതിൻ്റെ ഗോൾ എന്താണെന്ന് അറിയില്ല, അതിനാണ് സെമി ഓപ്പൺ പ്രോജക്റ്റ് എന്ന് പറയാം. ക്ലോസ്ഡ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അച്ചീവ് ചെയ്യണം, എങ്ങനെ അച്ചീവ് ചെയ്യണം എന്ന് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ് ക്ലോസ് പ്രോജക്റ്റ്. സെമി ക്ലോസ് പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അച്ചീവ് ചെയ്യണം, പക്ഷേ എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇതിനെയാണ് സെമി ക്ലോസ് പ്രോജക്റ്റ് എന്നും പറയുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ് ആണ്. പല ബേസിസിൽ എങ്ങനെ പ്രോജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാം, അതിൻ്റെ അതിൽ പല ടൈപ്സ് ഓഫ് പ്രോജക്റ്റ് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ബേസിൽ ഇന്നത്തെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ്. ഈ ക്ലാസ്സിൻ്റെ ബേസിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ബേസിൽ ഒരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് എനിക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.